ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കോ ചിക്കൻ മസാലയാണ്. അതിനായി നിങ്ങൾ 2 തക്കാളി എടുക്കുക. അത് കഷ്ണങ്ങളാക്കി അരിയുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ അറിയാം. ചെറുങ്ങനെ അരിയണമെങ്കിൽ ചെറുങ്ങനെ, അല്ലെങ്കിൽ വലിങ്ങനെ, എങ്ങനെയാണെന്ന് അറിയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ മസാലയാണ് വെജിറ്റബിൾസിനെക്കാട്ടി. അതിനുശേഷം 2 ഉള്ളി എടുക്കുക. അതും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയുക. അതിനുശേഷം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരക്കണം. അതിനായി ഇതേപോലെ മറ്റേ മിക്സർ പോലത്തെ ഒരു സാധനമുണ്ട്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലും അരക്കാം, അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിലും. അതിനുശേഷം നമുക്കിത് മറ്റേ മസാലേൻ്റെ സൈഡിൽ വെക്കാം. അതിനുശേഷം നമുക്ക് മല്ലിച്ചപ്പ് എടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതും അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ചിക്കൻ ഇടാനായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. പിന്നെ ഇതിനൊരു പ്രത്യേകത, മാർക്കോയിൽ ബ്ലഡ് അധികം പോലെ ഇതിൽ മസാലകളാണ് അധികം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ ലേശം ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിക്ക് മസാല ചിക്കനിലേക്ക് പിടിപ്പിക്കുക. ഇതേപോലെ നല്ലോണം കട്ടിയിൽ മിക്സ് ചെയ്യുക. നല്ല ചിക്കനിലും നല്ലോണം കട്ടിയായി, കാരണം ഇത് പൊരിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്, സാധാ കറിയല്ല. ആദ്യം നമുക്ക് പൊരിക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത്. അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇതേപോലെ ഓരോരോ ചിക്കൻ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നല്ലോണം എണ്ണ ഇങ്ങനത്തെ ആവിയെല്ലാം പറക്കുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. അതിനുശേഷം മറിച്ചിട്ട് ചട്ടിയിലേക്ക്, അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിനെ ഓരോന്നായി മാറ്റുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രമാണെങ്കിലും എടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവയെല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കുക. നന്നായി എല്ലാ മസാലകളും അതിൽ നന്നായി പിടിക്കണം. പച്ചമണം മാറിയാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിനുശേഷം മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇനിയും മല്ലിച്ചപ്പ് ബാക്കിയുണ്ടാകും, ഇപ്പോൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്കിതിൽ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഓരോന്നായി ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിൽ ചിക്കനിൽ എണ്ണ കുറച്ച് ബാക്കിയുണ്ടാവും, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ രുചികരമായ മാർക്കോ ചിക്കൻ കറി തയ്യാറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.